മോഡലിംഗിന്റെ മറവിൽ നടത്തുന്ന മനുഷ്യക്കടത്തിലും സെക്സ് റാക്കറ്റിലും സിനിമാ സീരിയൽ താരങ്ങളിലേക്ക് അന്വേഷണം നീളുന്നു. Do you want to become a professional model? Well, then I have the answer for you. Elisa Events നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ജനുവരി 31 ഒരു മോഡലിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നു as part of the International Fashion Week. സോ ഈ ജനുവരി 31 നടക്കുന്ന മോഡലിംഗ് വർക്ക്ഷോപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഈ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണ അവസരം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കെ. കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ വരുന്നതും അതും ഇതെല്ലാം ആയിട്ട് ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് എന്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായത്. വയസ്സൊക്കെ ഏജ് എത്തണമൊന്നും ഇല്ല. ഹലോ, ഐ ആം മുകേഷ് മാധവ്. മോഡലുകളെ ദുബായിൽ കൊണ്ടുപോയി ലഹരി നൽകി പീഡിപ്പിച്ച സംഘത്തിലെ 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1 അലീന, 2 സിന്ധു, 3 മഞ്ജിമ. ഈ 3 പേരിൽ അലീനയെ മിക്കവാറുള്ളവർക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു. കാരണം ഇതിനു മുമ്പ് നടന്ന ഒരു അടിപിടിയുമായിട്ട് അലീന പ്രതിയാവുകയും ഒരു ഗുണ്ടാ നേതാവുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് പല നടികളും ഇവരുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ദുബായിൽ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്, അതിൽ നിരവധി പേരെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പലരും അവരുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചുറ്റും തന്നെ പ്രൊഫഷണൽ മോഡൽ ആവാനായിട്ട് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ കോൺഫിഡൻസും സ്റ്റൈലും ക്യാമറ പ്രസൻസ് ഒക്കെ ഒരു പ്രൊഫഷണൽ വേയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വരുന്ന ജനുവരി 31 ഇവിടെ ഒരു ഫാഷൻ മോഡലിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ദാലു കൃഷ്ണയാണ്. അതുപോലെ ഷോ ഡയറക്ട് ചെയ്യുന്നത് വിജേഷ് വയലാറാണ്. കൂടാതെ ഫെബ്രുവരി 1 റൂ ഹയാത്തി ഇന്റർനാഷണൽ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. സോ ഈ ജനുവരി 31 നടക്കുന്ന മോഡലിംഗ് വർക്ക്ഷോപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഈ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണ അവസരം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. റാം വാക്ക്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്കിൻ കെയർ, ഒരു ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ എങ്ങനെ ഗ്രൂം ചെയ്യാം എന്ന് വേണ്ട ഒരു പ്രൊഫഷണൽ മോഡൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ ഐഡിയാസും ഈ ഒരു മോഡലിംഗ് വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫാഷൻ രംഗത്ത് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികൾ ഈ ഒരു പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഒട്ടും താമസിക്കേണ്ട, സീറ്റ്സുകളൊക്കെ വളരെ കുറവേ ഉള്ളൂ. ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നാളത്തെ റൺവേ നിങ്ങൾക്ക് സ്വന്തമാകട്ടെ. അത് സെലിബ്രിറ്റികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരും പെടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം ഇങ്ങനെ ഷോ ദുബായിൽ നടക്കുന്നുണ്ട്, അത് ജെന്യൂനായിട്ടുള്ളൊരു ഷോയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യിപ്പിച്ചത്. അത് വിശ്വസിച്ച് പലരും പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ അവരും കുറ്റക്കാർ തന്നെയാണ്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പല മോഡലും ഇവർ ഷെയർ ചെയ്ത ഈ വീഡിയോ കണ്ടിട്ടാണ് ദുബായിലോട്ട് പോയത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. ഒരുപക്ഷെ പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയത്തില്ല. കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഈ സ്ത്രീകൾ തന്നെയാണ്. ഇവരൊരു 5 പേരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ജനുവരിയിലാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടതുപോലെ പരസ്യങ്ങളുമൊക്കെ നൽകി വിദേശത്ത് ദുബായിൽ മോഡലിംഗ് ഉണ്ട്, അവിടെ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. അവിടേക്ക് പോയി ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൊച്ചിയിലും മറ്റുമുള്ള മോഡലുകൾ ഉടൻ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് അതിൻ്റെ വിവരങ്ങളൊക്കെ കൊടുത്ത് അലീനയും മറ്റ് ചില സെലിബ്രിറ്റീസ് ആയ ആളുകൾ, താരങ്ങളൊക്കെ ചേർന്ന് വീഡിയോസ് പുറത്തിറക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോഡൽ എന്നുള്ള ലേബിളിലാണ്. മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ക്യാരി ചെയ്യുന്നു, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമ്മളുടെ ഒരു അപ്പിയറൻസും പ്രസൻസും അറിയിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി റാമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏത് അറ്റയർ ഇടുമ്പം എങ്ങനെ പോസ് ചെയ്യണം, എങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യണം. സോ മോഡൽ എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ കരിയർ തുടങ്ങിയപ്പോൾ തന്നെ ആസ് എൻ ആക്ട്രസ് എത്തിയപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഗ്രൂമിംഗ് ഫാക്ടർ. സോ നിങ്ങൾ ദുബായിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഓഫർ വന്നിരിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 31 ഡാലു കൃഷ്ണദാസ് എന്റെ ഫാഷൻ ഗുരുവാണ്. ഡാലു നിങ്ങൾ ഗ്രൂം ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഗ്രൂമിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നത് ജനുവരി 31 മാൻഹാട്ടൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് ദുബായിൽ. മാത്രമല്ല ഇതിൽ ഗ്രൂം ചെയ്യപ്പെടുന്ന സ്റ്റുഡൻസിന്
ഇന്റർനാഷണൽ ഒരു ഫാഷൻ വീക്കിൽ വാക്ക് ചെയ്യാനുള്ള അവസരം കൂടെ നൽകുകയാണ്. അലിത ഇവന്റ്സ് ആണ് ഈ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ, അതായത് ഫെബ്രുവരി 1-ാം തീയതി ഇന്റർനാഷണൽ ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രഞ്ജിനി ചേച്ചി, ഞാൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആണ്. സോ നിങ്ങൾ മറക്കണ്ട, ഈ ഒരു വർക്ക്ഷോപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കൂടെ ഇടാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ലെറ്റ്സ് മീറ്റ് ഓൺ January 31st and February 1st. Thank you. Hi everyone, Namaskaram, I'm Ranjini Haridas and I have some exciting news for all of you. Do you want to become a professional model? Well, then I have the answer for you. Elissa Events, നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ജനുവരി 31-ാം തീയതി ഒരു മോഡലിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നു ആസ് പാർട്ട് ഓഫ് ദി ഇന്റർനാഷണൽ ഫാഷൻ വീക്ക്. ഒരു പ്രൊഫഷണൽ മോഡൽ ആവാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വർക്ക്ഷോപ്പിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ യു കൻ ലേൺ ഹൗ ടു വാക്ക് ദി റാമ്പ്, യു കൻ ഹാവ് ട്രെയിനിങ് ഇൻ ക്യാമറ ആൻഡ് ഫോട്ടോഷൂട്ട്സ്, ആക്ടിംഗ്, ഓഡിഷൻ വർക്ക്ഷോപ്സ്, ഗ്രൂമിംഗ്, സ്കിൻ കെയർ ആൻഡ് സോ മച്ച് മോർ. What makes this even more special is നിങ്ങളിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് മോഡൽസിന് അവരുടെ ഇന്റർനാഷണൽ ഫാഷൻ വീക്കിൽ പങ്കെടുക്കാനും ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഡു നോട്ട് മിസ് ദിസ്. നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ ഷോ ഡയറക്ടർ ആയിരുന്നത് മിസ്റ്റർ വിജേഷ് വയലാറാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദി ഗ്രൂമർ ആൻഡ് കൊറിയോഗ്രാഫർ ഇസ് നൺ അതർ ദാൻ ഡാലു കൃഷ്ണദാസ്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ജോയിൻ റൈറ്റ് അവേ. ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇവിടെയുള്ളതും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെയുള്ള പല മോഡലുകളും ഇവരെ സമീപിക്കുകയും അവർക്ക് ദുബായിലേക്ക് പോകാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവർ തന്നെ ഒരുക്കി കൊടുത്തു. ഇവിടെ ഈ മോഡൽസിനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല. കാരണം ഇവർ ഈ വിവരം അറിയുന്നത് പല സെലിബ്രിറ്റീസിൻ്റെയും അക്കൗണ്ടിലൂടെ ഈ അലീന എന്ന് പറയുന്ന സ്ത്രീയുടെ വീഡിയോ കണ്ടത് മുതലാണ്. അവിടെ ഈ മോഡലുകളെല്ലാം വിശ്വസിക്കാനുള്ള കാരണം ഇത് ഷെയർ ചെയ്തെല്ലാം സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് റാക്കൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉറപ്പിക്കുക. അതായത് ദുബായിൽ ഒരു ഷോ നടത്തുന്നുണ്ട്, അതിൽ നിന്ന് ഏകദേശം 7 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് വൻ ഓഫറുകൾ ലഭിക്കും എന്നുള്ള രീതിയിലുള്ള പരസ്യം വരുമ്പോൾ അവർ തീർച്ചയായിട്ടും വിശ്വസിക്കും, അവിടെ പോകാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും ഇല്ലെങ്കിൽ സംഭവിക്കുന്നതെന്നും മനസ്സിലാവുന്നത്. ഇനി അവിടെ ചെന്നതിന് ശേഷം സത്യങ്ങൾ മനസ്സിലാക്കിയാലും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുക്കിയായിരിക്കും ഇട്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ മോഡലുകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരാനും കാരണമായത്. അവിടേക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് പരാതിപ്പെട്ടത് 3 പേരാണെങ്കിൽ അനുഭവിച്ചവർ അതിലേറെ ആയിരിക്കും. പുറത്തു വന്ന് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതും വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും. ചിലരെല്ലാം ആ റാക്കറ്റിൻ്റെ അടിമകളുമായിരിക്കും. അതും കൂടെ ഓർക്കേണ്ടതുണ്ട്. അവിടേക്ക് അലീനയുടെ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും എന്താണ് അവർ പറയുന്നതെന്ന്. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന വാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. ഡ്രിങ്ക്സില് എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഈ ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്നും കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്റെ ഫോൺ ഇവർ കൈക്കലാക്കിയത് പ്രകാരം എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവര് എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ. ഇതിൽ ഷോ നടത്തിയതും അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായ സിന്ധു എന്ന് പറയുന്ന വ്യക്തിയുടെ ഇവന്റ് മാനേജ്മെന്റ് കീഴിലുമാണ് ഈ സംഭവങ്ങൾ നടന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത് ഇവരൊന്നും അല്ലായിരിക്കും യഥാർത്ഥത്തിൽ മെയിനായിട്ടുള്ള കക്ഷികൾ. ഇവരെല്ലാം ഡമ്മി പീസുകളും ഇല്ലെങ്കിൽ അവിടെയൊക്കെ കളിപ്പാവലായിട്ട് വേണമെങ്കിൽ ഇവരെയൊക്കെ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ പിടിക്കപ്പെട്ടതും. ഇനി പിടിക്കപ്പെട്ടാൽ തന്നെ ഇവരൊക്കെ സത്യാവസ്ഥ തുറന്നു പറയുന്നൊന്നും അറിയത്തില്ല, ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമെന്നും അറിയത്തില്ല. ഇതുപോലുള്ള പല റാക്കറ്റുകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കീഴിലുള്ള പല വമ്പന്മാരും ഇവിടെ നല്ല ഉന്നത തലത്തിൽ ഹോൾഡ് ഉള്ളവരും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നൊക്കെ ഊരിപ്പോകുന്നതാണ് തോന്നുന്നത്. എന്നിരുന്നാലും പീഡനമായതുകൊണ്ടും അത് ഒന്നിൽ കൂടുതൽ ആളുകൾ പരാതിപ്പെട്ടത് കൊണ്ട് തന്നെ കേസിന് ബലം കൂടുന്നതായിരിക്കും. അവിടേക്ക് ഈ കേസിന് ആധാരമായ സംഭവം നടന്നത് തന്നെ ജനുവരിയിലാണ്. അതിനുശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയവർ തന്നെയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിലുള്ള സിന്ധു എന്ന് പറഞ്ഞ പിടിയിലായ ഈ മുംബൈയിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരുന്ന യുവതിയാണ് ഇവർക്ക് വേണ്ട വിസയൊക്കെ ശരിയാക്കി കൊടുത്തത്. അവർ ദുബായിലുള്ള ഇവരുടെ തന്നെ സിന്ധുവൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഈ പറഞ്ഞ ഫാഷൻ ഷോ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഈ യുവതികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയത്. ദുബായിലെത്തിയ യുവതികളെ അങ്ങനെ അവിടെ എത്തിച്ച് അവിടെ താമസിപ്പിച്ച് അവിടെ ഹോട്ടലിൽ വെച്ച് ലഹരി കൊടുത്തു, പലതവണ ലഹരി കൊടുത്തു. യുവതികളുടെ ബോധം നഷ്ടമാകുമ്പോഴാണ് അവരെ ഇതുപോലെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. നിരവധി ആളുകൾ അവരെ ഉപദ്രവിച്ചു എന്നതാണ് നടുക്കുന്ന മൊഴി. ഇതൊക്കെ പോലീസ് പറഞ്ഞതാണ്. ഇവിടേക്ക് ഈ അവസ്ഥയിൽ വരികയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം മറ്റൊരു രാജ്യം, അവിടെ അറിയാത്ത ആളുകൾ എങ്ങനെ തിരിച്ച് രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ആദ്യം ലഹരി വസ്തുക്കൾ കൊടുത്ത് ഇവരെ മയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവരെ പീഡിപ്പിക്കുന്നത്. ഈ പീഡിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം
അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഉപയോഗിച്ചാണ് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ പലരും ഇങ്ങനെയുള്ളൊരു അനുഭവം പുറത്ത് പറയാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവി എന്തായിരിക്കും, തങ്ങളുടെ വീഡിയോ പലരിലേക്കും എത്തിച്ചേരില്ലേ എന്നുള്ള പേടി കൊണ്ട് തന്നെ ആയിരിക്കും പലരും തുറന്നു പറയാത്തത്. അവിടേക്ക് ഓർക്കേണ്ടത് ഇത് വേറൊരു രാജ്യത്ത് വെച്ച് നടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പരാതിപ്പെടാനോ ഇല്ലെങ്കിൽ രക്ഷപ്പെടാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ച് മോഡൽസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വെളിവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് സെക്സ് റാക്കറ്റിന് ഉപയോഗിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പലരും ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ സത്യാവസ്ഥ തുറന്നു പറയാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഇതിലിപ്പോൾ അറസ്റ്റ് ചെയ്ത അലീനയോ ഇല്ലെങ്കിൽ സിന്ധുവോ ഇല്ലെങ്കിൽ മഞ്ജിമയോ ഒന്നും യഥാർത്ഥത്തിൽ വമ്പന്മാരായിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയ പല മോഡൽസും ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലായിരിക്കും. അവർ പറയുന്നത് മാത്രം അനുസരിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കുക എന്നുള്ളത് വളരെ വിഷമമേറിയ കാര്യമാണ്. ഈ കേസ് എങ്ങനെയായിരിക്കും പോലീസ് ഡീൽ ചെയ്യുന്നതെന്നാണ് അറിയേണ്ടത്. ഇത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. പല വമ്പന്മാരും ഇതിന് പിന്നിൽ കാണും. നമുക്കറിയാവുന്ന പല ആളുകളും പല സെലിബ്രിറ്റികളും ഇതിൽ പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4-5 പേര് ഇതുപോലെ ഇങ്ങനെയുള്ള ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. അതിൽ 3 പേരാണ് ദുബായിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ നാട്ടിലെത്തിയ ശേഷം ഈ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മരട് പോലീസിൽ മാത്രം 3 പരാതി ലഭിച്ചു. ആ പരാതി കഴിഞ്ഞ മാർച്ചിലാണ് പോലീസിന് ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ യുവതികളുടെ ഈ പരാതിക്കാരായ മോഡലുകളുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അലീനയും ഈ സിന്ധുവും ഒപ്പം ഇപ്പോൾ പിടിയിലായ മഞ്ജിമയും ഒക്കെ ചേർന്ന് ദുബായിലുള്ള 2 പേരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു വമ്പൻ സെക്സ് റാക്കറ്റിന്റെ വിവരം പോലീസിന്റെ കയ്യിലേക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അലീനയെ പോലീസ് പിടികൂടുന്നത്. അലീനയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അലീന നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളാണ്. ഇവിടെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള ആളാണ്. അലീന നേരത്തെ ഒരു കൊച്ചിയിൽ തന്നെ ഒരു ബാറിലെ തല്ലുകേസിൽ പിടിയിലായിരുന്നു. ഈ അലീന എന്ന് പറയുന്ന വ്യക്തി ഇതിനോടകം തന്നെ പലർക്കും അറിയാവുന്നതാണ്. ഇവർക്ക് ഗുണ്ടാ നേതാവുമായിട്ട് ബന്ധമുള്ളതും അതുപോലെ തന്നെ ബാറിൽ വെച്ച് അടിയുണ്ടായതും കത്തിയെടുക്കാൻ കാറിലേക്ക് പോയതും അത് സംബന്ധിച്ചുള്ള കേസും ഒക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. അന്നത് വാർത്തയായിട്ട് വരികയും ആ ഗുണ്ടാ നേതാവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഗുണ്ടാ നേതാവ് സുഹൃത്താണ്, അവരുടെ സഹോദരിയോടൊപ്പമാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ആൻസർ പറഞ്ഞത്. അന്നുണ്ടായ വാർത്തയും ഇവരുടെ ആ സംഭാഷണമൊക്കെ നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. കേസിലെ 2ാം പ്രതിയാണ്. കേസിലെ 1ാം പ്രതി ഗുണ്ടാ നേതാവ് ഔറംഗസേബാണ്. ഈ ഔറംഗസേബ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ജനുവലി പറഞ്ഞ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഞാൻ നിൽക്കുന്നത് ഈ 3.5 വർഷമായി ഞാൻ എറണാകുളത്ത് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഈ ഷൂട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് നിൽക്കുന്ന എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽഡ്. അപ്പോൾ പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോൾ എന്താ പറയുക, ഒരു സുഹൃത്തെന്ന് പറയും. സുഹൃത്തിന് പല അർത്ഥങ്ങളുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളാവട്ടെ, പുള്ളിക്ക് എത്ര നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയിൽ ഒരു ആളായിട്ട് നിൽക്കുന്നത് ഇന്ന് ഈ പറഞ്ഞ ഔറംഗസീബ് വളരെയധികം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അലീനയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കേട്ടപ്പോഴാണ് ഔറംഗസീബ് വരുന്നത്. അതോ ആ സമയത്തുണ്ടായിരുന്നു? സമയത്ത് പുള്ളി ഇല്ല, പുള്ളി ഇത് അറിയുന്നില്ല. പുള്ളി CCTV ദൃശ്യങ്ങളിൽ ഔറംഗസീബ് പുള്ളി വരുന്നത് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അത് എൻ്റെ പോർഷനിലാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് ഇപ്പൊ അലീനയുടെ കൈയും പൊട്ടിയിട്ടുണ്ട്, ഇക്ക നമുക്ക് എന്താ ചെയ്യാൻ അറിയാം, ഹോസ്പിറ്റലിൽ പോകണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇക്ക ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൂക്കിൽ ഷെയ്ൻഷാ എന്ന് പറയുന്ന പയ്യൻ്റെയാണ് മൂക്കിൽ പൊട്ടൽ വരുന്നത്. അപ്പം നമ്മുടെ അടുത്ത് ആരുടെ ഫോണില്ല, എവിടെയാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഫോണൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യനാണ് ഫോൺ അതിലുണ്ട്, ഈ ഫോണ് വിളിക്കുന്നൊരു ദൃശ്യം അതിലുണ്ട്. ഫോണ് വിളിച്ചിട്ട് പറയുന്നത് ഇക്ക ഇപ്പം അലീനയുടെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും പുള്ളിയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളി വരുമ്പോഴാണ് ഈ കാണുന്നത് നമ്മൾ ഈ ബ്ലഡിലൊക്കെ നിൽക്കുന്ന പുള്ളി എപ്പോഴും കാര്യം അന്വേഷിക്കുന്നില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ ആക്കുന്നതും പുള്ളിയാണ്. പക്ഷെ അതിനിടയിൽ ഇപ്പം ഇതിൻ്റെ ഇടയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തിവൈരാഗ്യം എന്തോ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ റീസൺ ഈ 6-7 പേര്, ഈ ഷെയ്ൻഷാ എന്ന് പറയുന്ന പയ്യനെ ഒരു 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അമീൻ എന്ന് പറയുന്ന ഒരു പയ്യനെ 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവരടിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അനീഷേട്ടൻ്റെ പിള്ളേരാണ് നമ്മൾ, ഇവിടെ വന്ന് നിൻ്റെയൊക്കെ കളി നടക്കുമോ,
എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാള്, അങ്ങനെ എന്തോ ആണ്, എനിക്ക് ആളെ പറ്റി അറിയില്ല, മരട് അനീഷ് എന്നാണ് പിന്നെ ഞാൻ കേട്ടറിവ്. അപ്പോൾ ഈ അനീഷിൻ്റെ പിള്ളേരാണ് ഞങ്ങൾ, ഇവിടെ വന്ന് നിങ്ങളെ കളി നടക്കൂ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ നമ്മുടെ ഭാഗത്തല്ല തെറ്റി, പുള്ളി ഫ്ലേർട്ട് ചെയ്തുകൊണ്ടല്ലേ ചേട്ടാ എന്ന് പറയുമ്പോഴും എന്നെ പച്ചയ്ക്ക് നല്ല തെറി വിളിക്കുക. ആ നിന്ന് പയ്യന്മാരിൽ 2-3 പേര് എന്നെ കുറേ തെറി വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തോ പറയാനാ, ഒരു ഓപ്ഷൻ നമുക്കില്ല അവിടെ പറയാനായിട്ട്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഇങ്ങനെ ആരോ ബേസ് ഉണ്ട്, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ നടക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ വന്നായിരുന്നു ഒരു ഗുണ്ടാ കുടിപ്പകയാണെന്നൊരു സംശയം പോലീസും കരുതുന്നുണ്ട്. അതായത് ഈ മരട് അനീഷിന് ഔറംഗസീബിനോട് വല്ല വിരോധമുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഇവിടെ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവർക്ക് ഗുണ്ടാ നേതാവിൻ്റെ സുഹൃത്താണെന്ന് പറയുന്നതിൽ ഒരു വിഷമവും ഇല്ല. കാരണം ഇതിനേക്കാളും വലിയ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഗുണ്ടാ നേതാവിൻ്റെ ആളാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടെ ബലം നൽകുന്നതാണ്. അല്ലാത്ത പക്ഷം ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവർ ക്ലിയർ ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. ഇവർ നിരപരാധിയാണ്, ആ ബാറിലെ കേസിൽ അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തെ കുടുക്കിയതാണ്, അദ്ദേഹം ഞാനുള്ളത് കൊണ്ട് മാത്രം അവിടെ വന്നു ചേർന്നൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അന്നെന്തായാലും നിരപരാധിയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയത്തില്ല. വ്യക്തമായുള്ള തെളിവുകൾ ആ 3 സ്ത്രീകളും കൊടുത്തിട്ടുണ്ട്. അവരെ വിദേശത്ത് കൊണ്ടുപോയി ചൂഷണം ചെയ്തു, പീഡിപ്പിച്ചു, ലഹരി വസ്തുക്കൾ കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതും ആലോചിക്കണം, ജനുവരിയിൽ നടന്നൊരു സംഭവം, മാർച്ചിലാണ് ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തത്. അതിനുശേഷം ഇവർ നാട്ടിലെത്താൻ വേണ്ടി പോലീസ് കാത്തുനിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതാണ് വാർത്തകളിലും പറയുന്നത്. ദുബായിലെത്തിയ ശേഷം ഈ കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിക്കുകയും അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ആ വീഡിയോയും ഫോട്ടോസും ഈ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഒരുപാട് ആളുകളുടെ മുന്നിൽ പെൺകുട്ടി എത്തിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ പരാതി. അതിക്രൂരമായ പീഡനത്തിനാണ് ഈ പെൺകുട്ടി ഇരയായിട്ടുള്ളത് എന്നുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട്. ഇത്തരം, അതായത് ഈ റാക്കറ്റിന്റെ പിന്നിൽ വലിയ സംഘമാണ് പ്രവർത്തിച്ചതെന്നാണ് പോലീസിന്റെ ഒരു അഭ്യൂഹം. അങ്ങനെയാണ്. എന്തായാലും അലീന എന്ന് പറയുന്ന ലേഡിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മരട് പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഇവിടേക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാന ഒരു ഉദ്ദേശം. അതിലൂടെ അതിൽ അടിമയാക്കി എടുക്കുക. അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം അവരുടെ വഴിയെ തന്നെ പോകുന്നതായിരിക്കും. പിന്നെ അതിൽ കൂടുതൽ സ്ത്രീകൾ കടന്നു വരികയും അതൊരു വലിയൊരു റാക്കറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ റാക്കറ്റ് ഉണ്ടായത് തന്നെ. ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉന്നതരും ഇവരുടെ വലയിൽ വീണിട്ടുണ്ടാകും എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ നാളത്തെ ഗതിയും ഇവർക്ക് തിരിച്ചുവിടാൻ കഴിയുന്നതാണ്. കാരണം ഇവർ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പരാതിപ്പെട്ടത് 3 പേരാണെങ്കിൽ അവിടെ അകപ്പെട്ടത് എത്രയോ പേരായിരിക്കും. അതുപോലെ തന്നെ നാളെ ഇവരെല്ലാം പുറത്തിറങ്ങുമ്പോഴും എന്തായാലും ജാമ്യം കിട്ടും. ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴും ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഒരു നാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കോൺഫിഡൻസ് ആയിട്ട് വളരും. അത് വീണ്ടും പല സ്ത്രീകളെയും ദുബായിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കും. അവരിനി വേറെ വ്യത്യസ്തമായുള്ള രീതികൾ കണ്ടുപിടിച്ചെന്നിരിക്കും. അപ്പോഴൊക്കെ ഈ പരാതി കൊടുത്തവരും പോലീസും ഒക്കെ നോക്കി നിൽക്കേണ്ട സ്ഥിതിയും വരും. ഇതുതന്നെയാണ് കുറേ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് പലരും ഇത് തുറന്നു പറയുന്നത്. ഇനി അവരെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇനി എത്ര മോഡൽസ് അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള രേഖകളില്ല. ഇതെന്തായാലും നല്ലൊരു അന്വേഷണത്തിന് പോവുകയാണെങ്കിൽ ഇതിലും വലിയ പല കാര്യങ്ങളും പുറത്തു വരും. കേരളത്തിലുള്ള പല സെലിബ്രിറ്റികളും പിടിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ പിടിക്കപ്പെട്ടത് 3 സ്ത്രീകളാണ്. ഒന്ന് അലീന, സിന്ധു, അതുപോലെ തന്നെ മഞ്ജിമ. അലീനയ്ക്ക് നേരത്തെ കേസുള്ളത് കൊണ്ട് തന്നെ അലീനയ്ക്ക് ഇനിയും കോൺഫിഡൻസ് കൂടത്തേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റു 2 പേർ, അവർക്ക് ഇനി കേസുണ്ടോ എന്ന് അറിയത്തില്ല. ഇവരെ കൂടാതെ 2 സ്ത്രീകളും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അവരെ അറസ്റ്റ് ചെയ്യട്ടെ. പല മോഡൽസും അവരുടെ കസ്റ്റഡിയിലായിരിക്കും. ലഹരിക്ക് അടിമയാക്കി കാണുമായിരിക്കാം. ഇനി അവിടെ രക്ഷപ്പെടാൻ കഴിയാതെ എത്ര പേരുണ്ടെന്നും അറിയത്തില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.